അമ്മ മരണപ്പെട്ടതിനു ശേഷം ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കുവോ? കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രസവ ചികിത്സയ്ക്കിടെ ഉണ്ടായ പിഴവ് മൂലം 29കാരി മരിച്ചെന്ന് പരാതി. കുഞ്ഞിനെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തത് യുവതി മരിച്ചതിന് ശേഷമെന്നാണ് ആരോപണം. പ്രസവ സമയത്ത് അമ്മ മരിക്കുക എന്നുള്ളത് വളരെയധികം വിഷമമുള്ള കാര്യമാണ് അല്ലെ. എന്നിട്ട് മരിച്ചതിന് ശേഷം ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തതാണ് ആരോപണമായിട്ട് ഇവിടെ ഉന്നയിക്കുന്നത്. കാര്യം അന്വേഷിക്കാൻ ആഗ്രഹമില്ലാത്ത മീഡിയയ്ക്ക് അതൊരു തെറ്റ് എന്നുള്ള രീതിയിൽ വാർത്തയോ ആക്കാം. ഇതിനൊക്കെ കാരണം ജനങ്ങളുടെ അറിവില്ലായ്മയാണ്. അപ്പൊ ഒന്ന് ക്ലിയർ ചെയ്യണമെന്ന് തോന്നി. ഇതാണ് പെരിമോട്ടം സിസേറിയൻ സെക്ഷൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പലപ്പോഴും ഇതൊക്കെ എനിക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു പ്രൊസീജിയർ അല്ല. സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ജീവൻ രക്ഷിക്കാൻ എടുക്കുന്ന അവസാന ശ്രമമാണിത്. മരണപ്പെട്ടതിന് ശേഷം കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി എടുക്കുന്നു എന്നുള്ളതല്ല ഇതിന്റെ കാര്യം. ഇവിടെ അമ്മയ്ക്ക് കാർഡിയാക് അറസ്റ്റ് വന്നിരിക്കുകയാണ്, ഹാർട്ട് പമ്പിങ് നിർത്തിയിരിക്കുകയാണ്. നമ്മളപ്പം ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്താണ്? CPR ആണ് അല്ലെ. പക്ഷെ മറ്റുള്ളവർക്ക് CPR കൊടുക്കുന്നത് പോലെയല്ല പൂർണ്ണ ഗർഭിണിയായ ഒരു വ്യക്തിക്ക് CPR കൊടുക്കുന്നത്. അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്നാമത് വയറിന്റെ പ്രഷറും കാരണം ലങ്സ് എല്ലാം ചുരുങ്ങിയിരിക്കുകയാണ്. നമ്മൾ കൊടുക്കുന്ന CPR കറക്റ്റ് ആയിട്ട് ഹാർട്ടിലേക്ക് കിട്ടുമോ, അത് എഫക്റ്റീവ് ആവുകയോ ചെയ്യില്ല. മാത്രമല്ല ആ ഹാർട്ട് രണ്ടുപേരുടെ ഫംഗ്ഷനാണ് ചെയ്യുന്നത്. രണ്ടുപേർക്കും കൂടിയുള്ള ഓക്സിജൻ നമ്മൾ CPR കൊടുത്ത് എത്തിക്കാൻ ശ്രമിക്കുന്നതും ബുദ്ധിമുട്ടാണ്. ഒരാളെങ്കിലും പുറത്തെത്തിയാലേ CPR ഇഫക്റ്റീവ് ആവുള്ളൂ. അമ്മ മരിച്ചു കഴിഞ്ഞാൽ വിത്തിൻ 5 minutes കുഞ്ഞ് എന്തായാലും മരിക്കുകയും ചെയ്യും. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ആ കുഞ്ഞിനെ പുറത്തെത്തിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും, കുഞ്ഞും അമ്മയും ഒരുപോലെ രക്ഷപ്പെടാനുള്ള സാധ്യതയാണ്. അത്തരം സന്ദർഭങ്ങളിൽ തിയേറ്ററിൽ കൊണ്ടുപോയിട്ടൊന്നുമല്ല, പേഷ്യന്റ് എവിടെയാണോ കിടക്കുന്നത്, എവിടെയാണോ റെസിറ്റേഷൻ ചെയ്യുന്നത്, അവിടെ വെച്ച് കിട്ടുന്ന ഒരു ബ്ലേഡോ സ്കാൽപ്പിലോ ഉപയോഗിച്ചിട്ട് നോർമൽ സിസേറിയൻ പ്രൊസീജിയർ പോലെയൊന്നുമല്ല, പെട്ടെന്ന് ഒരൊറ്റ കീറിയിട്ട് ആ കുഞ്ഞിനെ പുറത്തെടുക്കുകയാണ് ചെയ്യാറ്. ബിക്കോസ് അപ്പൊ രക്തോട്ടമൊന്നും ഉണ്ടാവില്ലല്ലോ. കുഞ്ഞ് പുറത്തെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിലോട്ടുള്ള അഡീഷണൽ ലോഡ് പെട്ടെന്ന് കുറയുകയും പിന്നെ CPR കൊടുത്താൽ CPR ഇഫക്റ്റീവ് ആവാനും ഹാർട്ട് പെട്ടെന്ന് പമ്പ് ചെയ്യാനുള്ള സാധ്യതയും കൂടുകയാണ്. അപ്പൊ ഒരേ സമയം അമ്മയും കുഞ്ഞിനെയും ഒരുപോലെ രക്ഷിക്കാൻ എടുക്കുന്ന അവസാന ശ്രമമാണ് പെരിമോട്ടം സിസേറിയൻ സെക്ഷൻ. അല്ലാതെ അമ്മ മരിച്ച ശേഷം കുഞ്ഞിനെ എടുത്തു എന്ന് ആരോപിക്കുന്നതൊക്കെ വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ആ ഒരു സമയത്ത് ആ ഡോക്ടർമാരും അവിടെയുള്ള ബാക്കിയുള്ളവരും എടുക്കുന്ന എഫേർട്ട് അതിനെ ഇങ്ങനെ ചെറുതാക്കി കാണിക്കരുത്. അത്തരം സിസേറിയൻ സെക്ഷൻ വഴി രക്ഷപ്പെട്ടിട്ടുള്ള അമ്മമാരും കുഞ്ഞുങ്ങളും മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും പുറത്തേക്ക് അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരു അമ്മ മരണപ്പെടുമ്പോൾ മാത്രം ഇതിങ്ങനെ ആരോപണങ്ങളാക്കി അനാസ്ഥകളാക്കി തീർക്കുന്ന മീഡിയകളോട് എന്തിനാണ് ഞങ്ങളോട് ഈ ക്രൂരത? ഇതുവഴിയെങ്കിലും എല്ലാവരും പെരിമോട്ടം സിസേറിയൻ സെക്ഷനെ കുറിച്ച് ബോധവാന്മാരാവുക. ഇത് രണ്ടുപേരെ രക്ഷിക്കാനുള്ള ഒരു അവസാന ശ്രമം മാത്രമാണ്, അനാസ്ഥയല്ല.